ഏവർക്കും ശ്രീമാത്സിലേക്ക് സ്വാഗതം. ഇനി അടുത്ത മാസം ഡിഗ്രി പ്രിലിംസ് എക്സാം വരികയാണല്ലോ. അത് കഴിഞ്ഞാൽ LGS, അങ്ങനെ കുറേ 2027 ആദ്യം LDC, ഇങ്ങനെ ഒരുപാട് എക്സാം നമ്മുടെ മുമ്പിൽ ഉണ്ട്. PSCയുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ട്രിക്കുകളും ടിപ്പുകളും ഫാസ്റ്റസ്റ്റ് മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, PSC ട്രിക്സ് ആൻഡ് ടിപ്സ്, അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മെഗാ റിവിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്നും ധാരാളം വീഡിയോസ് ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. രണ്ട് സംഖ്യകളുടെ തുക തന്നിരിക്കും, രണ്ട് സംഖ്യകളുടെ വ്യത്യാസവും തന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ ഏതെല്ലാം, വലിയ സംഖ്യ ഏത്, ചെറിയ സംഖ്യ ഏത്, അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് കാണാറുണ്ട്. രണ്ട് സംഖ്യകളുടെ തുക 100ഉം അവയുടെ വ്യത്യാസം 40 ആയാൽ സംഖ്യകൾ ഏതെല്ലാം എന്ന് ചോദിക്കാം, വലിയ സംഖ്യ ഏതെന്ന് ചോദിക്കാം, ചെറിയ സംഖ്യ ഏതെന്ന് ചോദിക്കാം. അപ്പോൾ വലിയ സംഖ്യയാണ് ചോദിച്ചെങ്കിൽ രണ്ടും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കുക. 100 + 40/2, 140/2, 140ൻ്റെ പകുതി 70. അപ്പോൾ വലിയ സംഖ്യ ചോദിച്ചെങ്കിൽ രണ്ടും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കുക. ചെറിയ സംഖ്യ ചോദിച്ചെങ്കിൽ രണ്ടിൻ്റെയും വ്യത്യാസം കാണും, അതായത് 100 - 40. വലിയ സംഖ്യ ചെറിയ വ്യത്യാസം കണ്ടിട്ട് 2 കൊണ്ട് ഹരിക്കുക. 100 - 40/2, അതായത് 60/2, 30. സംഖ്യകൾ ഏതെല്ലാം, വലിയ സംഖ്യ 70, ചെറിയ സംഖ്യ 30. സംഖ്യകൾ ഏതെല്ലാം 70, 30. വലിയ സംഖ്യ ഏത്, രണ്ടും കൂടെ കൂട്ടി 2 കൊണ്ട് ഹരിക്കുക 70. ചെറിയ സംഖ്യ ഏത്, രണ്ടിൻ്റെ വ്യത്യാസം കണ്ടിട്ട് 2 കൊണ്ട് ഹരിക്കുക. പ്രൈം നമ്പേഴ്സ് ആൻഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ്, ഭാജ്യ സംഖ്യകളും അഭാജ്യ സംഖ്യകളും. അതായത് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അഭാജ്യ സംഖ്യകൾ. ഈ അഭാജ്യ സംഖ്യകളുടെ പ്രത്യേകത, ആ സംഖ്യയും ഒന്ന് മാത്രമേ അതിന് ഘടകങ്ങളുണ്ടാകൂ, ഫാക്ടേഴ്സ് ഉണ്ടാകത്തുള്ളൂ. കോമ്പോസിറ്റ് നമ്പേഴ്സിന് അങ്ങനെയല്ല, ഭാജ്യ സംഖ്യകൾക്ക് അങ്ങനെയല്ല, 2ൽ കൂടുതൽ ഘടകങ്ങളുണ്ടാകും. അഭാജ്യ സംഖ്യകൾ പ്രൈം നമ്പേഴ്സിന്, ഇപ്പോൾ ഉദാഹരണത്തിന് 7 ഒരു പ്രൈം നമ്പറാണ്, അതിൻ്റെ ഘടകങ്ങൾ 1, 7 മാത്രം. 2 ഒരു പ്രൈം നമ്പറാണ്, അഭാജ്യ സംഖ്യയാണ്, അതിൻ്റെ ഘടകങ്ങൾ 1, 2 മാത്രം. 3 ഒരു അഭാജ്യ സംഖ്യയാണ്, അതിൻ്റെ ഘടകങ്ങൾ 1, 3 മാത്രം. 4 ഒരു അഭാജ്യ സംഖ്യ അല്ല, ഭാജ്യ സംഖ്യയാണ്, അതായത് പ്രൈം നമ്പർ അല്ല, കോമ്പോസിറ്റ് നമ്പറാണ്. കാരണം അതിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെ, 1, 2, 4, 2ൽ കൂടുതൽ ഘടകങ്ങൾ വന്നു. അപ്പോൾ അങ്ങനെയുള്ള 2ൽ കൂടുതൽ ഘടകങ്ങൾ വരുന്ന, 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് വരുന്ന നമ്പറിനെ നമുക്ക് കോമ്പോസിറ്റ് നമ്പേഴ്സ്, അത് അഭാജ്യ സംഖ്യകളെന്ന് പറയാം. 2 ഘടകങ്ങൾ, ഒന്നും ആ സംഖ്യ മാത്രം ഘടകങ്ങൾ വരുന്ന ഫാക്ടേഴ്സ് ഉള്ള സംഖ്യകളെ നമുക്ക് അഭാജ്യ സംഖ്യകൾ, പ്രൈം നമ്പേഴ്സ് എന്ന് പറയാം. അപ്പോൾ പ്രൈം നമ്പേഴ്സ് അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2, 3, 5, 7, 9 ഇല്ല, കാരണം 9ന് 1, 3, 9 ഉണ്ട് അതിൻ്റെ ഘടകങ്ങൾ. 8 ഇല്ല, 9 ഇല്ല. 11, 13, 17, 19 അങ്ങനെ അങ്ങോട്ട് പോകും. 23 അങ്ങനെ അങ്ങോട്ട് പോകും. അഭാജ്യ സംഖ്യകൾ പ്രൈം നമ്പേഴ്സ്. ഭാജ്യ സംഖ്യകളാണെങ്കിലോ നമുക്ക് നോക്കാം. ഉദാഹരണം 4, 1, 2, 4, 4ൻ്റെ ഘടകങ്ങൾ. 6, 6ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാ? 6ൻ്റെ ഘടകങ്ങൾ നോക്കാം. 1, 2, 3, 6. 1, 2, 3, 6. അപ്പം 2ൽ കൂടുതൽ ഘടകങ്ങളുണ്ട്, 4 ഘടകങ്ങളുണ്ട്. ഒന്നും ആ സംഖ്യ മാത്രം ഘടകങ്ങൾ വരുന്നതിന് നമ്മൾ അഭാജ്യ സംഖ്യകൾ, പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് കോമ്പോസിറ്റ് നമ്പറാണ്, ഭാജ്യ സംഖ്യയാണ്. 4, 6, 8, 9, 10, 12, 14, 15, 16, 17, 19 ഒക്കെ അഭാജ്യ സംഖ്യകളാണ്. 20, 16, 18, 20 അങ്ങനെ അങ്ങോട്ട് പോകും. കോമ്പോസിറ്റ് നമ്പേഴ്സ്, ഭാജ്യ സംഖ്യകൾ. 2ൽ കൂടുതൽ ഘടകങ്ങളുള്ളവയെ ഭാജ്യ സംഖ്യകൾ അഥവാ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നു. 2 ഘടകങ്ങളെ കാണത്തുള്ളൂ പ്രൈം നമ്പേഴ്സ് അഭാജ്യ സംഖ്യകൾക്ക്. അതായത് ഇപ്പോൾ 2 ആണ് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ, അത് ചോദിച്ച് കാണാറുണ്ട്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ പ്രൈം നമ്പർ ഏതാണ്? 2. 2, 3, 5, 7, 11, 13, 17 അങ്ങനെ അങ്ങോട്ട് പോകും. ഇപ്പോൾ 2ന് വേറെ ഒരു പ്രത്യേകതയുണ്ട്. ഇരട്ട സംഖ്യ ആയിട്ടുള്ള ഒരേ ഒരു അഭാജ്യ സംഖ്യ 2ആണ്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2ആണ്. ഇരട്ട സംഖ്യയായിട്ട് ഒറ്റ ഒരു അഭാജ്യ സംഖ്യ വരുന്നുള്ളൂ. അതിൻ്റെ പ്രത്യേകത അതാണ്. ഇരട്ട സംഖ്യ ആയിട്ടുള്ള, ഈവൻ നമ്പറായിട്ടുള്ള ഒരേ ഒരു പ്രൈം നമ്പറേ ഉള്ളൂ, 2ആണ്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2ആണ്. ഈ പ്രൈം നമ്പേഴ്സ് അഭാജ്യ സംഖ്യകളുടെ പ്രത്യേകത എന്തുവാ? ആ സംഖ്യയും ഒന്നും മാത്രം ഘടകങ്ങൾ വരുന്നു. ഇവിടെ
2ൽ കൂടുതൽ ഘടകങ്ങളുണ്ടെങ്കിൽ നമ്മളതിനെ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നു, അതായത് ഭാജ്യസംഖ്യകൾ. ഇനി പ്രൈം നമ്പേഴ്സ് കാണാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. 6ന്റെ ഗുണിതങ്ങൾ എഴുതുക, മൾട്ടിപ്പിൾസ്. 6 1 6, 6 2 12, 6 3 18, 6 4 24, 6 5 30, 6 6 36, അങ്ങനെ അങ്ങോട്ട് പോകും. കുറേ മൾട്ടിപ്പിൾസ് എഴുതുക. അപ്പോൾ അതിൻ്റെ തൊട്ട് മുൻപും പിൻപും ഉള്ള സംഖ്യകൾ എഴുതുക. 6ന്റെ മുൻപുള്ള സംഖ്യ അത് 5, ഇതിന് ശേഷമുള്ള സംഖ്യ 7. അപ്പോൾ അത് രണ്ടും പ്രൈം നമ്പേഴ്സാണ്, അഭാജ്യസംഖ്യയാണ്. ഇനി 12ന് തൊട്ട് മുമ്പുള്ളത് 11, ഇത് ശേഷമുള്ളത് 13, അത് രണ്ടും പ്രൈം നമ്പേഴ്സാണ്. അതൊരു ഷോർട്ട് കട്ട് രീതിയാണ്. ഒരു ചില എക്സെപ്ഷണൽ കേസ് വരും. അത് നമുക്ക് 25 താഴെയുള്ള അഭാജ്യസംഖ്യകൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര അഭാജ്യസംഖ്യകളുണ്ട് അങ്ങനെയൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ 30 താഴെ എത്ര ഉണ്ട്. ഇപ്പം നമ്മൾ 6ന്റെ ഗുണിതങ്ങൾ എഴുതിയിട്ട് തൊട്ട് മുൻപും പിൻപും ഉള്ളത് എഴുതി നോക്കിയിട്ട് എക്സെപ്ഷണൽ കേസ് നമുക്കറിയാം. ഇപ്പം 24 18ന്റെ മുമ്പുള്ളത് 17, അതിന് ശേഷമുള്ള 19, ഇത് രണ്ടും അഭാജ്യസംഖ്യകളാണ്. 24ന് മുൻപുള്ളത് 23, ശേഷമുള്ളത് 25. ഇവിടെ ഒരു എക്സെപ്ഷണൽ കേസ് വരുന്നുണ്ട്. 25 ഒരു ഭാജ്യസംഖ്യ എന്ന് നമുക്കറിയാം, കാരണം അത് 5ന്റെ ഗുണിതമാണ്. 1 5 25, 2ൽ കൂടുതൽ ഘടകങ്ങൾ വരുന്നുണ്ട്, അതുകൊണ്ട് അത് എക്സെപ്ഷണൽ കേസാണ്. 23 മാത്രം എടുക്കുക. ഇനി 30ന് തൊട്ട് മുമ്പുള്ളത് 29, അതിന് ശേഷമുള്ള 31, ഇത് രണ്ടും അഭാജ്യസംഖ്യകളാണ്, പ്രൈം നമ്പേഴ്സാണ്. 36, അതിന് മുമ്പുള്ളത് 35, ശേഷമുള്ള 37. 35 എക്സെപ്ഷണൽ കേസാണ്, കാരണം 35 5ൽ അവസാനിക്കുന്ന എല്ലാ സംഖ്യകൾക്കും 5 ഘടകമാണെന്നറിയാം. 5ന്റെ മൾട്ടിപ്പിളാണ് 7, 5 35. അപ്പോൾ ഇവിടെ ഈ 37 എടുത്താൽ മതി. 1 മുതൽ 100 വരെ 25 അഭാജ്യസംഖ്യകളാണുള്ളത്. ലസാഗു എൽസിയം കാണാൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ 2 4 6, ഇതിൻ്റെ എൽസിയം കാണാൻ പറഞ്ഞാൽ 2 2 1 2 2 2 4 2 3 6. ഇനി വേറെ പൊതുഘടകങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം കൂടെ ഗുണിച്ചാൽ മതി. 2 × 1 × 2 × 3. പൊതുഘടകങ്ങളില്ലാതെ വരുന്ന അത്രയും നമ്മൾ ചെയ്യണം. ഇനി വേറെ 20 10 30, ഇവിടെ എൽസിയം എങ്ങനെ കാണും? ലസാഗു 2 10 5 15. ഇനിയിപ്പോൾ 5 വെച്ച് പറ്റും. 5 2 1 1. ഇനി വേറെ പൊതുഘടകങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് 5 2 1 3. പൊതുഘടകങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ അങ്ങ് ഇൻറ്റു ചെയ്താൽ മതി. 2 × 5 × 2 × 1 × 3, അതായത് 60 വരും. 4നും 5നും ഇവിടെ ഏത് സമയത്താണ് ഒരു ക്ലോക്കിൻ്റെ കൈകൾ ലംബകോണിലാകുന്നത്? ലംബകോണം എന്ന് പറയാൻ 90 ഡിഗ്രി. 4 5 അല്ലെ 5 6 തൊട്ടടുത്തടുത്ത സമയങ്ങളാണ് ചോദിച്ചെങ്കിൽ, അപ്പം 4 5 A+1 ജനറലായിട്ട് പറയാം. എന്നീ സമയങ്ങൾക്കിടയിലാണുള്ള 90 ഡിഗ്രി കോണ് എത്തുന്ന ടൈമായി ചോദിച്ചെങ്കിൽ ഒരു ഫോമുല ഓർത്തിരിക്കുക. 60 × A+3/11, ആ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ 60 ഇവിടെ A എന്ന് പറയുന്നത് 4, A+1 എന്ന് പറയുന്നത് 5, 4 5. അപ്പോൾ ഇവിടെ 60Aക്ക് വരും വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 60 × 4 + 3/11, അതായത് 60 × 7/11, 420/11. 420നെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ 38 കിട്ടും. ശിഷ്ടം 2. അപ്പോൾ നമുക്കിവിടെ എത്ര ഒരു ഉത്തരം? ഹരണഫല ആദ്യം എഴുതാം 38, ശിഷ്ടം എത്ര വന്നു? 2. എത്ര കൊണ്ട്, അത് മുകളിൽ എഴുതുക. ശിഷ്ടം 2 എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ 11. 18 2/11. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാ വരിക? 4 മണി കഴിഞ്ഞായിരിക്കുമല്ലോ വരുന്നത് കൊണ്ട്. 4 മണി കഴിഞ്ഞ് 38 2/11 ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഈ രീതിയിലാണ് സമയം വരുന്നതെങ്കിൽ. ഇപ്പം 5 6 എന്ന് ചോദിച്ചാൽ നമുക്ക് എന്നുള്ള 5 നിൽക്കുക. A+1. 60 × A+3/11 ഓർത്തിരിക്കുക. അപ്പോൾ 60 Aക്ക് വരെ വില കൊടുക്കും. 4 + 3/11, 60 × 7/11, 420/11, 38 വന്നു. ശിഷ്ടം 2. അപ്പം 38 ആദ്യം അങ്ങ് എഴുതും. ഹരണഫലം ശിഷ്ടം മുകളിൽ എഴുതും. 2 എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ ശ്രവണ്യമാക്കി എഴുതും. 2/11. അപ്പം 4 മണി കഴിഞ്ഞ് 38 2/11. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കണ്ടെത്തുക. ഫ്രഞ്ച് ഓപ്പൺ, US ഓപ്പൺ, വിംബിൾഡൺ, ഡേവിസ് കപ്പ്. ഡേവിസ് കപ്പാണ് ഉത്തരം. ഈ ബാക്കി 3 ഗ്രാൻഡ് സ്ലാം ടെന്നീസ് കളിയാണ്. ഇത് മാത്രം അന്താരാഷ്ട്ര ടെന്നീസ് കളിയാണ്. ഫ്രഞ്ച് ഓപ്പൺ, US ഓപ്പൺ, വിംബിൾഡൺ, ഡേവിസ് കപ്പ്. ഇതിലെ ഒറ്റനെ കണ്ടെത്തുക. ഇവിടെ ഡേവിസ് കപ്പാണ്, കാരണം ഇത് മാത്രം അന്താരാഷ്ട്ര ടെന്നീസ് മത്സരമാണ്. ഇത് 3 ഫ്രഞ്ച് ഓപ്പണും US ഓപ്പണും വിംബിൾഡണും ഗ്രാൻഡ് സ്ലാം ടെന്നീസ് മത്സരമാണ്. ഇത് മാത്രം അന്താരാഷ്ട്ര ടെന്നീസ് മത്സരമാണ്. ഡേവിസ് കപ്പാണ് ഉത്തരം. നോക്കുക. പ്രശ്നം ഈസ്റ്റു അനുമാനം, അതായത്
ഡാഷ് ഈസ്റ്റ് പ്രവചനം. അതായത് അവസ്ഥയാണ് ഉത്തരം. അവസ്ഥ, ചികിത്സ, പരീക്ഷണ, വിശകലനം. അവസ്ഥയ്ക്ക് അനുസരിച്ചാണ് പ്രവചിക്കുക. ഏതവസ്ഥയിലാണ് അതിനനുസരിച്ചാണ് പ്രവചനം. അതേ ബന്ധം. പ്രശ്നം, അനുമാനം. അവസ്ഥ, പ്രവചനം. ഓപ്ഷൻ എ ആണ് ഉത്തരം. 2ാമത്തെ ചോദ്യം, ഒരു വർഷം തന്നിട്ട് സമാന വർഷം അല്ലെങ്കിൽ ആ വർഷം ആവർത്തിക്കുന്നത് ഏത് വർഷമാണെന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തന്ന വർഷത്തെ നേരെ 4 കൊണ്ട് ഹരിക്കുക. 4 കൊണ്ട് ഹരിക്കുമ്പോൾ ഇത്രയും കേസുകൾ വരും. ഒന്നേ ശിഷ്ടം 1 വരും, അല്ലെങ്കിൽ 2, 3 വരും, അല്ലെങ്കിൽ 0 വരും. തന്നിരിക്കുന്ന വർഷത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വന്നെങ്കിൽ തന്ന വർഷത്തിൻ്റെ കൂടെ 6 കൂട്ടുക. ശിഷ്ടം 2, 3 വന്നെങ്കിൽ തന്ന വർഷത്തിൻ്റെ കൂടെ 11 കൂട്ടുക. ശിഷ്ടം 0 വന്നതെങ്കിൽ തന്ന വർഷത്തിൻ്റെ കൂടെ 28 കൂട്ടുക. അപ്പോൾ ഇവിടെ 2025-നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വന്നേ, അതുകൊണ്ട് നമുക്ക് 6 കൂട്ടാം. ഈ 2025-ൻ്റെ കൂടെ 6 കൂടെ കൂട്ടിയാൽ 2031. ഓപ്ഷൻ എ ആണ് ഉത്തരം. സമാന വർഷമോ അല്ലെ കലണ്ടർ ആവർത്തിക്കുന്ന വർഷമോ ചോദിച്ചാൽ തന്ന വർഷത്തിനെ 4 കൊണ്ട് ഹരിക്കുക. 4 കേസ് വരും. ശിഷ്ടം 1 വരും, 2, 3, 0. ഈ 4 കേസേ വരത്തുള്ളൂ. ശിഷ്ടം 1 വന്നെങ്കിൽ തന്ന വർഷത്തിൻ്റെ കൂടെ 6 കൂട്ടുക. ശിഷ്ടം 2, 3 വന്നെങ്കിൽ തന്ന വർഷത്തിൻ്റെ കൂടെ 11 കൂട്ടുക. കലണ്ടർ ആവർത്തിക്കുന്നതല്ലേ സമാന വർഷം ചോദിച്ചാൽ. ശിഷ്ടം 0 വന്നെങ്കിൽ തന്ന വർഷത്തിൻ്റെ കൂടെ 28 കൂട്ടുക. ഇവിടെ 2025-നെ 4 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 1 വന്നു. 1 വന്നതുകൊണ്ട് 2025-ൻ്റെ കൂടെ 6 കൂട്ടുക. തന്ന വർഷത്തിൻ്റെ കൂടെ 6 കൂട്ടുക. 2031. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്നും ധാരാളം വീഡിയോസ് ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. 2200 പരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ കാണുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്